ഹലോ, അസ്സലാമു അലൈക്കും. ഫാംനെസ്സിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. ഞാനിന്നൊരു ഉന്നക്കായിൻ്റെ റെസിപ്പിയാണ്. അതിന് ആവശ്യമായ 3 പഴമാണ് നേന്ത്രപ്പഴം 3 പഴം കൊണ്ട് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ ആവിയിൽ വേവിക്കാൻ പോവുകയാണ്. ഈ പഞ്ചസാരയും തേങ്ങയും ഇതൊന്ന് പിടിച്ച് വരുന്നവരെ ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ നേന്ത്രപ്പഴം അടുപ്പത്തുണ്ട്. അത് ഒരു പകുതി വേവായിട്ട് കാണിക്കാം. ഓക്കെ, ഇത് ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇനി തൊലി കളഞ്ഞ് ഇതൊന്ന് ഉടച്ചെടുക്കാം നല്ലവണ്ണം. ഞാനൊരു 3 പഴം എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് കാണിക്കാന്നുള്ളതിൽ ഇളം പഴുപ്പുള്ള പഴമാണ് വാങ്ങേണ്ടത് കേട്ടോ. അധികം പഴുത്ത പഴം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒളിച്ചാൽ നമുക്ക് ഇത് പരത്തിയെടുക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം മീഡിയം സൈസുള്ള പഴമാണ്. ഇങ്ങനെ ഉടച്ചെടുക്കാം. അങ്ങനെ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുകയാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് അല്പം മതി കേട്ടോ. ഓക്കെ, ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇതേപോലെ കൈകൊണ്ട് പരത്തിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പണ്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് വെച്ചാൽ മതി. ഇതേപോലെ ഒന്ന് ചെയ്യാം. ഓക്കെ, നമ്മളെ ഉന്നക്കായ ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ ലേശം തണുപ്പിക്കാൻ വെക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതേ വടി തന്നെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കും. ഫ്രൈ ചെയ്യുമ്പം കാണാം. അത് ഫ്രീസറിൽ വെക്കട്ടെ. അങ്ങനെ മക്കളെ, ഞാൻ ഇതാ പിസ്സ എടുത്തതാട്ടോ. നിങ്ങളുണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി. അത് എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കേണ്ടിയിട്ട് ഞാൻ അതിൽ വെച്ചെടുത്തതാട്ടോ. ഞാനിനി വെളിച്ചെണ്ണ അല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിന്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കി അന്നേരം തന്നെ ഫ്രൈ ചെയ്യുമ്പോണ്ടല്ലോ ഇത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അതാണ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ നല്ല രീതിയിലായി വരും കേട്ടോ.
എല്ലാവരും വൈകുന്നേരത്തെ ചായക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മക്കളെ സ്കൂളിട്ട് വരുമ്പോഴേക്കൊക്കെ കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ. എല്ലാവരും ഉണ്ടാക്കുക കേട്ടോ. വൈകുന്നേരം കുട്ടികൾ ചായക്കൊക്കെ സ്കൂളിട്ട് വരുമ്പം കൊടുക്കാനും നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.